നമുക്കറിയാം അപ്പുറത്ത് നിൽക്കുന്ന വലിയൊരു നടനാണ്, പൃഥ്വിരാജാണ്. അപ്പൊ ഗോകുലിന് ഈ ഒരു എഫേർട്ട് ഇട്ട് ഇത്രയും ഒരു അധ്വാനം, അതിന്റെ ഒരു ശ്രദ്ധയും പരിഗണനയും ഒക്കെ ഏതെങ്കിലും ഇതിൽ കിട്ടാതെ പോകും എന്നുള്ളൊരു ആശങ്ക സിനിമ ഇറങ്ങുന്നതിന് മുൻപുണ്ടായിരുന്നു? അങ്ങനെ ചോദിക്കാൻ കാരണം നമ്മുടെ വർക്ക് നമ്മുടെ ആത്മാർത്ഥമായിട്ട് 100% ഇട്ട് ചെയ്യാന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള റിസൾട്ട് അതെന്തായാലും കിട്ടും. അങ്ങനെ ബ്ലസ്സി സാറ് പറഞ്ഞിട്ടുണ്ട്, നീ നിൻ്റെ വർക്ക് ചെയ്യ്, നിനക്കുള്ള റിസൾട്ട് അവിടെ ഉണ്ട്, അതിങ്ങോട്ട് വരും, ഒരു ടൈം ആകുമ്പോൾ വരും. അപ്പോൾ ആ ഒരു ഫിലിം മേക്കറുടെ ആ ഒരു അങ്ങനെ ഒരു വാക്കുകളിൽ ബ്ലസ്സി എന്നുള്ള ഫിലിം മേക്കറുടെ വാക്കുകളിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഇത്രയും എൻ്റെ ഒരു അതെ നിന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എന്നാണെങ്കിലും നമ്മുടെ ഒരു ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴാണെങ്കിലും അത് നമുക്ക് കിട്ടുമല്ലോ. അതിൻ്റെ റിസൾട്ട് നമ്മൾ ഹാർഡ് വർക്കിൻ്റെ ലേബർ ഫ്രൂട്ട് അതെപ്പോഴും നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഒരു ആശങ്കകളൊന്നും ഇല്ലായിരുന്നു. ബിക്കോസ് കാരണം രാജുവേട്ടനെ പോലെ തന്നെ ഞാനും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട്. ഇപ്പോൾ ഒരു കാര്യം പറയാനാണെങ്കിൽ സെറ്റിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സീന് ഷോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ മരുഭൂമി ഒരു 11-12 മണിക്ക് നല്ല നട്ടുച്ച വെയിൽ ഏകദേശം ആ ഒരു സമയത്താണ്. അപ്പോൾ ഞാനിങ്ങനെ കിടക്കുക, ഞാൻ പൊസിഷൻ നിൽക്കാൻ വേണ്ടി കിടക്കുകയാണ്. അപ്പോൾ കിടക്കാൻ എൻ്റെ പൊസിഷൻ നോക്കാനൊക്കെ ആയിട്ട് സെറ്റാക്കി ക്യാമറയൊക്കെ വെച്ച് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഈ വെയിലൊക്കെ കൊണ്ടിട്ട് ഞാൻ വെയിൽ കൊണ്ട് കിടക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളവരും എല്ലാവരും വെയിൽ കൊണ്ടിട്ട് തന്നെയാണ് നിൽക്കുന്നതും. ഓക്കെ, പക്ഷേ ഷോട്ട് എടുക്കാൻ വേണ്ടി രാജുവേട്ടനെ വിളിച്ചു. രാജുവേട്ടൻ വരുമ്പോൾ കാണുന്നത് ഞാൻ അവിടെ ഒരു കാരവനല്ല, അവിടെ കാരവനോ മരുഭൂമിയിൽ അവിടെ ഒരു SUV ഉള്ളിൽ നിന്ന് വരികയാണ്. അപ്പോൾ രാജുവേട്ടൻ കാണുന്നത് ഞാനിവിടെ നട്ടപ്പൊരി വെയിലത്ത് കിടക്കുന്നതാണ്. അപ്പോൾ അന്ന് രാജുവേട്ടൻ അത് ഒരു പ്രത്യേക ഫീലായിപ്പോയി. കാരണം രാജുവേട്ടൻ അന്ന് ചൂടായിട്ട് പറഞ്ഞ് ഇവനൊരു കൊട കൊടുക്കേണ്ട ആൾക്കാർ എന്താണ്, ഇവനൊരു കൊട കൊടുക്ക്, ഞാൻ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഇവനും ഗോകുലും ചെയ്യുന്നത്. അപ്പോൾ ഇവനൊരു കൊട കൊടുക്കും, ഇവനെ കൊട കൊടുക്കാണ്ട് ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ അതിനുശേഷം ഒരാൾ ഇപ്പോൾ പൊസിഷൻ നിൽക്കുമ്പോഴും ഇതിനൊക്കെ ഒരാൾ കൊട പിടിച്ചിട്ടൊക്കെ എപ്പോഴും കൂടെ നിൽക്കലുണ്ട്. അപ്പോൾ ആ ഒരു പരിഗണന ഒരു ബ്രദർലി കെയർ അത് ഒരു കോ ആക്ടറിനോട് കാണിക്കുന്ന, ഇപ്പോൾ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ ഒരു കോ ആക്ടറിനോട് കാണിക്കുന്ന ഒരു പരിഗണന. അതെ.